എങ്ങനെയാണ് നമ്മൾ ഒരു അപേക്ഷ വെക്കുമ്പോൾ, ഒരു അധികാരിയോട് അപേക്ഷ വെക്കുമ്പോൾ നമ്മളിൽ ഭക്തി ഉണ്ടാവണം. നമ്മളുടെ അച്ഛനും അമ്മയോടും നമുക്ക് ഭക്തി ഉണ്ടാവണം, ഗുരുവിനോട് ഭക്തി ഉണ്ടാവണം, അധികാരികളോട് വിശ്വാസം, ഭക്തി ഉണ്ടാവണം. അപ്പോ നമ്മൾ ആപ്ലിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ അത് സാധിച്ചു തരും. അവിടെ പ്രാർത്ഥനാ നിർഭരമായിട്ടുള്ള മനസ്സോട് കൂടിയിട്ട് പ്രാർത്ഥനാ നിരതരായിട്ട് നമ്മൾ നിൽക്കും. എന്തുകൊണ്ടാണ്? ഭക്തി കൊണ്ടാണ്. അപ്പൊ എവിടെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലായില്ലേ? അത് ശരി. ഭക്തിയും വിശ്വാസവും ഒന്ന് തന്നെയാണോ? അപ്പോ ഭക്തനാണ് ആവേണ്ടത്, വിശ്വാസിയല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ മണ്ണിനോടും ജലത്തിനോടും ഉള്ളതാണ്. ഏറ്റവും വലിയ കാര്യം അതാണ് ഭക്തി. ബുദ്ധി ഉണ്ടായിട്ടും ശക്തി ഉണ്ടായിട്ടും കാര്യമില്ല, ഭക്തി ഉണ്ടാവും. ഇത് മൂന്നും കൂടി ചേരുമ്പോൾ മാത്രമാണ് വിശ്വാസം ഉണ്ടാവുന്നത്. ഒരാൾക്ക് ഭക്തിയുണ്ട്, അയാൾക്ക് ബുദ്ധിയുണ്ട്, അയാൾക്ക് ശക്തിയുമുണ്ട്. മൂന്നും ഉണ്ടെങ്കിൽ മാത്രമാണ് അങ്ങ് പറഞ്ഞത് സാധിക്കുള്ളൂ, വിശ്വാസം ഉണ്ടാവുള്ളൂ. വിശ്വാസം അവിടെയാണ്. ഈ ത്രിഗണ വൈഭവത്താലാണ് വിശ്വാസം. ഈ പ്രപഞ്ചം ത്രിഗണ വൈഭവത്താലാകുന്നു. ഈ ത്രിഗണ വൈഭവത്തിലാണ് നമുക്ക് വിശ്വാസമുള്ളത്. അങ്ങനെയുള്ള ആ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം തന്നെയാണ്. അതെ, അറിവിലുണ്ടാകുന്ന വിശ്വാസമാണ്. അച്ഛനും അമ്മയും അത് എനിക്ക് സാധിച്ചു തരും, എന്റെ അധികാരികൾ എനിക്കത് സാധിച്ചു തരും, എനിക്കതിന് അർഹനാണ്, ഈ കാലഘട്ടം അനുഗുണമാണ്. ഇതെല്ലാം ചേരുമ്പോൾ മാത്രമാണ് വിശ്വാസം ഉണ്ടാകുന്നത്. എനിക്ക് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും എന്നുള്ള വിശ്വാസം. അപ്പോ നമ്മൾ ആരാധനാലയങ്ങളിൽ പോകുമ്പോ, ആരാധനാലയങ്ങളിൽ നമ്മൾ പോകുന്ന പ്രാർത്ഥിക്കാനാണല്ലോ. അപ്പൊ ആ പ്രാർത്ഥനയും ഈ അങ്ങ് പറഞ്ഞ ഈ ഭക്തിയും വിശ്വാസവും പറയുന്ന ഘടകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയായത്? ആരാധനാലയങ്ങളിൽ ഇപ്പൊ പോകുന്നത് ആളുകൾ പ്രാർത്ഥിക്കാനാണ്. ആരാധനാലയങ്ങളിൽ പോകേണ്ടത് പ്രാർത്ഥിക്കാനല്ല. ആരാധനാലയങ്ങളിൽ പോകേണ്ടത് ധ്യാനിക്കാനാണ്. അവിടെയാണ് ധ്യാനത്തിന്റെ ഒരു പ്രാധാന്യം വരുന്നത്. ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്നപ്പോഴാണ് അദ്ദേഹത്തോട് ആളുകൾ പ്രാർത്ഥിച്ചിരുന്നത്. പ്രാർത്ഥിച്ചിരുന്നവരുടെ, അപേക്ഷിച്ചിരുന്നവരുടെ, യാചിച്ചിരുന്നവരുടെ മുഴുവൻ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുത്തിട്ടാണ്, ഈ ധർമ്മരാഷ്ട്രത്തെ സൃഷ്ടിച്ചു കൊടുത്തിട്ടാണ് അദ്ദേഹത്തിന്റെ സ്വർഗാരോഹണം. മുഴുവൻ പ്രാർത്ഥിതരുടെയും ആഗ്രഹങ്ങളെ സാധ്യമാക്കി കൊടുത്തതിന്റെ പേരിലാണ് ഭഗവത് നാമത്തിൽ സ്വർഗാരോഹണം. അങ്ങനെയാണ് ഭഗവാനാകുന്നത്. അവിടെ സ്വർഗാരോഹണത്തിന് ശേഷം കൃഷ്ണനോട് പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടില്ല, നമ്മൾ അച്ഛനമ്മമാരോട് പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ നമ്മുടെ ആളുകളെല്ലാം ധനവാന്മാരായി മാറിയാണ്. മരിച്ചുപോയവരോട് പ്രാർത്ഥിച്ചാൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ, അവരുടെ നന്മകൾ ഉണ്ടെങ്കിൽ അതുപോലെ അവരുടെ നന്മകളെ സ്വീകരിച്ചുകൊണ്ട് ധ്യാനിച്ച് അതേ രീതിയിൽ ആ മാർഗത്തെ പിന്തുടർന്ന് ജീവിതത്തിൽ വിജയിക്കുകയാണ് വേണ്ടത്. റോൾ മോഡലാക്കി എടുത്തിട്ട് ആ നന്മകളെ നമ്മളിലേക്ക് ചേർത്ത് വെച്ച് നമുക്ക് ജീവിത വിജയം നേടാനാണ് നമുക്ക്. അപ്പൊ അങ്ങിപ്പോൾ പറഞ്ഞതനുസരിച്ച് പ്രണവവേദയിലൂടെ പറയുമ്പോ ഈ പ്രാർത്ഥന എന്ന് പറയുന്ന കാര്യം അത് അധികാരികളുടെ അടുത്തും ഗുരുക്കന്മാരുടെ അടുത്തും അല്ലെങ്കിൽ അതുപോലെ അറിവുള്ളവരുടെ അടുത്തും മാതാപിതാക്കളുടെ അടുത്തും ഒക്കെയുള്ള ആ ഒരു വിധേയത്വത്തിലുള്ള ആ പ്രതലത്തിലാണ് പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ അപേക്ഷയ്ക്ക്, യാചനയ്ക്ക് ഫലം ഉണ്ടാവുള്ളൂ. അതെ, അത് എങ്ങനെയുള്ള യാചനയായിരിക്കണം, എങ്ങനെയുള്ള അപേക്ഷയായിരിക്കണം? ഭക്തി കൊണ്ടുള്ളതായിരിക്കണം, ബുദ്ധി കൊണ്ടുള്ളതായിരിക്കണം, നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടുള്ളതാവണം. അതായത് ആത്മാവ്, മനസ്സ്, ശരീരം എന്ന് പറയുന്ന ത്രിഗണ വൈഭവത്താൽ ജനിക്കുന്ന ആ വിശ്വാസ്യതയിലായിരിക്കണം അത്. അപ്പൊ 5 വയസ്സുള്ള അങ്ങ് പറഞ്ഞതുപോലെ 5 വയസ്സുള്ളപ്പോ എനിക്ക് എന്റെ വീതം വേണമെന്ന് പറഞ്ഞാൽ അതിന് അർഹനായിട്ടില്ലാത്തത് കൊണ്ട് കൊടുക്കില്ല മാതാപിതാക്കൾ. എവിടെ കൊടുക്കും? 10ാമത്തെ വയസ്സിൽ വിവാഹം നടത്തി തരണമെന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളും കുടുങ്ങും. അർഹരാകുമ്പോൾ അതിന് അവര് അത് സാധിച്ചു തരും. അർഹനാണെങ്കിൽ അത് സാധിച്ചു തരും. 5ാം ക്ലാസ് വരെ പഠിച്ചയാൾ എനിക്ക് 8ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതണം എന്ന് അധ്യാപകരോട് ആവശ്യപ്പെട്ടാലും ബുദ്ധിമുട്ടാവും. നടക്കില്ല അല്ലേ? നടക്കില്ല. നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒന്നും കിട്ടില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അമ്പലത്തിലോ പള്ളിയിലോ എവിടെയായാലും നമ്മൾ പ്രാർത്ഥിച്ചാൽ നമുക്കൊന്നും കിട്ടില്ല. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അപേക്ഷിക്കുക എന്നുള്ളതാണ് അർത്ഥം. അധികാരികളോടാണ്, രക്ഷിതാക്കളോടാണ്, ജീവിച്ചിരിക്കുന്നവരോടാണ്, ഗുരുനാഥന്മാരോടാണ്, നമ്മളെ സ്നേഹിക്കുന്നവരോടാണ് നമുക്ക് പ്രാർത്ഥിക്കാനുള്ളത്. പ്രാർത്ഥിക്കുന്നത് എങ്ങനെയായിരിക്കണം? പ്രാർത്ഥനാ നിർഭരമായിരിക്കണം നമ്മുടെ ജീവിതം.
എന്നാൽ അഹങ്കരിക്കാതെ ആയിരിക്കണം, ഭക്തി കൊണ്ടായിരിക്കണം, ഭക്തി നിർഭരവുമായിരിക്കണം. അതെ. അവിടെയാണ് ഹനുമാനെ നമ്മൾ ഊഹിക്കേണ്ടത്. ഭക്തിയുടെ ദേവതാഭാവത്തിലേക്ക് ഹനുമാൻ വരുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ അറിവുള്ള ഏറ്റവും വലിയ അവതാരമായിരിക്കുന്ന ശ്രീരാമന്റെ മുമ്പിലിരിക്കുവാൻ, ശ്രീരാമനേക്കാൾ മുന്നിലിരിക്കുവാൻ യോഗ്യനാകുന്നത് അവിടെയാണ്. അവിടെയാണ് ഏറ്റവും വലിയ യുദ്ധത്തിന്റെ കൊടികളില് ഈ ഭക്തിയുടെ പ്രതീകം ഉയർന്നു നിൽക്കുന്നത്. ഈ ഭക്തിയാണ് വേണ്ടത്. ഈ ഭക്തിയാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. ഈ വിശ്വത്തോടുള്ള ഭക്തിയാണ്, വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഭക്തിയാണ് വേണ്ടത്. അത് പ്രാർത്ഥനയിലല്ല പ്രവൃത്തിയിലായാലും അത് തന്നെയാണല്ലോ. അതെ, അറിവ് കൊണ്ടാണ് ഈ ഭക്തി ജനിക്കുന്നത്. അറിവിൽ നിന്നിട്ടാണ് ഇത് ജനിക്കുന്നത്. അപ്പൊ യഥാർത്ഥമായിട്ടുള്ള അറിവിൽ നിന്നും ഭക്തിയിൽ നിന്നുമാണ് നമ്മൾ എവിടെ അപേക്ഷിച്ചാലാണ് നമുക്ക് കിട്ടുക. സർവേക്കല്ലിന്റെ മുമ്പിലോ അല്ലെങ്കിൽ കണ്ട പഞ്ചായത്ത് കിണറിന്റെ മുമ്പിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലോ പോയി നിന്ന് അല്ലെങ്കിൽ ഒരു വിജനമായ സ്ഥലത്തോ നിന്ന് പ്രാർത്ഥിച്ചാൽ നമുക്കൊന്നും കിട്ടാൻ പോണില്ല. ഈ പ്രകൃതിയിൽ ഒരു മാറ്റവും സംഭവിക്കില്ല. എന്തെങ്കിലും നമുക്കൊരു രോഗം വന്നോ, ഒരു വലിയ രോഗം വന്നോ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾക്ക്, നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ആ രോഗത്തെ ശമിപ്പിക്കാനേ കഴിയില്ല. നല്ല ചികിത്സയാണ് വേണ്ടത്. എന്താണ് നമുക്ക് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ഡോക്ടറോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതിന് സാമ്പത്തികം വേണമെങ്കിൽ സാമ്പത്തികം ഉള്ളവരുടെ മുമ്പിലാണ് നമ്മൾ അപേക്ഷ വെക്കേണ്ടത്. നമ്മുടെ പ്രയർ നടത്തേണ്ടത് അവിടെയാണ്, അധികാരികളുടെ മുമ്പിലാണ്, ഡോക്ടറുടെ മുമ്പിലാണ്. അവിടെയാണ് പ്രാർത്ഥന വേണ്ടത്. അപ്പൊ പ്രാർത്ഥന പോലെ തന്നെ സമാന്തരമായിട്ട് പോകുന്ന ഒരു കാര്യമാണല്ലോ പ്രവൃത്തിയും. ഈ തലങ്ങളിൽ തന്നെയല്ലേ പ്രവൃത്തിയുടെ ഗുണവും.